അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പദ്ധതിയൊന്നും UDF ഉണ്ടായിരുന്നില്ല. എന്നാൽ പുനർഗേഹം പദ്ധതി നടപ്പാക്കി LDF അതിനായി ശ്രമിച്ചു വരികയാണ്. ഈ പദ്ധതി മുഖേന 2578ഓളം കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ ലഭ്യമാക്കാനായിട്ടുണ്ട്. 390 ഫ്ലാറ്റുകൾ, 2188 വീടുകൾ, വിവിധ സ്ഥലങ്ങളിലായി 1184 ഫ്ലാറ്റുകളുടെയും 1240 വീടുകളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനു പുറമെ ലൈഫ് പദ്ധതിയിൽ ഫിഷറീസ് വിഭാഗത്തിൽ 4268 പേർക്ക് വീട് നൽകിയിട്ടുണ്ട്. ആകെ കഴിഞ്ഞ 8 വർഷക്കാലം എടുത്താൽ 12104 കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഫിഷറീസ് മേഖലയിൽ. സർ, പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തം ഭൂമിയിൽ അവകാശമേതുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന പാർശ്വവൽക്കൃത സമൂഹത്തിൻ്റെ നേർചിത്രമായിരുന്നു UDF ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. പട്ടയം നൽകാൻ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ആ കാലത്തുണ്ടായില്ല. ഇവിടെ LDFൻ്റെ കാലത്ത് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 3,57,898 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. സർ, ഇനി ശേഷിക്കുന്ന കാലയളവ് കൊണ്ട് 1.5 ലക്ഷം പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്ത് ആകെ 5 ലക്ഷം പട്ടയം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർ, ആരോഗ്യമേഖലയെ കരിവാരിത്തേക്കാൻ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് നമ്മളെല്ലാം കണ്ടല്ലോ. അതിന് ബഹുമാന്യായ മന്ത്രി മറുപടിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. UDF കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് ആരോഗ്യരംഗം തന്നെ വെന്റിലേറ്ററിലായിരുന്നു. സർ, ഡോക്ടർമാർ, മരുന്നുകൾ, അവിടെ ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം. അന്നത്തെ ശോചനീയാവസ്ഥ ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. സർക്കാർ മേഖലയിൽ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു. അതിൻ്റെ ഫലം സ്വകാര്യ മേഖലയിൽ കടുത്ത ചൂഷണവും. LDF 2016 അധികാരത്തിൽ വന്നപ്പോൾ ആർദ്രം മിഷനിലൂടെ ശ്രമിച്ചത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കാനാണ്. ആരോഗ്യമേഖലയിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിച്ചു, മരുന്ന് ക്ഷാമം ഇല്ലാതാക്കി, സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇപ്പോൾ 688 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമായി. ബാക്കിയുള്ളവ പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. UDFൻ്റെ കാലത്ത് 2016 ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. ഇതൊരു ഓർമ്മക്കൊന്ന് കുറിച്ച് വെക്കുന്ന നല്ലതാണ്. LDFൻ്റെ കാലത്ത് കൊടുക്കുന്നത്. ഇപ്പോഴത് 665ൻ്റെ സ്ഥാനത്ത് 2800 കോടിയോളം രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞു, പ്രതിവർഷം 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി നമ്മുടെ രാജ്യത്ത് തന്നെ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. സർ, കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് LDF സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ ട്രോമാ കെയർ നെറ്റ്വർക്ക് സംവിധാനം സാക്ഷാത്കരിക്കും. സാന്ത്വന പരിചരണ മേഖലയിൽ സാന്ത്വന പരിചരണ ഗ്രിഡും ആരംഭിക്കും.